ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LDC അതുപോലെ ഡിഗ്രി ലെവൽ +2 ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഭാഗങ്ങളുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ 2024 ഓഗസ്റ്റ് മാസം നമ്മുടെ PSC കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകളുടെയും ഇംഗ്ലീഷ് മലയാള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ മാസം ചെയ്തതാണ്, അതായത് PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മളിവിടെ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോകളും കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഇതിനു മുമ്പ് ജസ്റ്റ് ഒരു പാർട്ട് കൂടി ഇട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇതിന് തൊട്ട് മുമ്പിലുള്ള വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം, കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഭാഗം, ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് മാസം നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ഇത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ശരിയായ രൂപം ഏതെന്നാണ്? ഇതാണ് കൈയെഴുത്ത്. 71 ഓപ്ഷൻ എ ആണ്. ഓക്കെ, കൈയെഴുത്ത് ഓപ്ഷൻ എ ആണ്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നെൽ പ്ലസ് മണി നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം വൈയാകരണൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ്, വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ അലിംഗ ബഹുവചനമാണ്. ഓക്കെ, അലിംഗ ബഹുവചനമാണ് ചിലർ. പല്ലവപ്പുടം വിഗ്രഹിക്കുമ്പോൾ പല്ലവത്തിൻ്റെ പുടം. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സമാന പദം എഴുതുക. മഞ്ഞ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രാലേയം. ഓക്കെ, മഞ്ഞ് പ്രാലേയം. മഹിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മഹിമ അമ്മയുടെ അല്ല, മഹിമ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രഭാവം എന്നാണ് അർത്ഥം. ഓക്കെ, പ്രഭാവം മഹിമ. ഓക്കെ, പ്രഭാവം മഹിമ എന്നൊരു മീനിങ് ഉണ്ട്. അടുത്ത മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏതെന്നാണ്? മാൻ ഏതാണ്? ഏണം. ഓപ്ഷൻ സി ആണ്, ഏണം. ഹരിണം എന്താണ്? ഹരിണം ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹരിണം മാനാണ്. ഓക്കെ, ഹരിണം മാൻ. കുരകം മാനാണ്. അതുപോലെ സാരംഗം ഇതെല്ലാം മാനാണ്. ഓക്കെ, ഹരിണം, കുരംഗം, സാരംഗം ഇവയെല്ലാം മാനാണ്. 78 ചേർത്ത് എഴുതുക. ചാപ്ലസ് ഉന്നു ഏതാണ്? PSC ക്യാൻസലാക്കി ചോദ്യമാണ്, നോക്കണ്ട. ശരിയായ വാക്യം ഏതെന്നാണ്? 79 ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഓപ്ഷൻ ഡി ആണ്. 80ാമത്തെ ചോദ്യമാണ്. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ്? സുപ്രസിദ്ധം ഓപ്ഷൻ ബി ആണ്, കുപ്രസിദ്ധം. ഓക്കെ, ഓപ്ഷൻ ബി കുപ്രസിദ്ധമാണ്. അവിടെ നമ്മുടെ LP സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചോദ്യം 83. ദ ടേം ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ്, അറിയായിരിക്കും, പച്ച ലൈറ്റ്. നാളത്തെ മേ കണ്ടിന്യൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 84ാമത്തെ ചോദ്യം നോക്കണം. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഡാഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദി എക്സസൈസ്. വൺ ഓഫ് ദി കുറേ തവണ PSC ഇടയ്ക്ക് എങ്ങനെയാണ് വൺ ഓഫ് വെച്ച്? വൺ ഓഫ് ദി സ്റ്റുഡൻസ്. വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ഏതാണ്? വാസാണ്. ഓക്കെ, വാസാണ്. ഇവിടെ ഹേസ് വരാത്ത എന്താണ്? ഹേസ് പ്ലസ് V3 ആണ് ഒരാൾ. ഇവിടെ നോട്ട് വില്ലിങ് ഒരു V3 ഫോം അല്ല, അതുകൊണ്ട് ഹേസ് വരില്ല, വാസേ വരും. അടുത്തതാണ് മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് നോവൽസ്. ഇൻട്രസ്റ്റഡ് ഇൻ നോർമൽ യൂസേജ് ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വുമൺ എൻറ്ററിങ് ദി റൂം വിതൗട്ട് പെർമിഷൻ. പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഏതാണ്? ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ദ വുമൺ എൻറ്ററിങ്. ദ വുമൺ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 87ാമത്തെ ചോദ്യം. ദ ഡോക്ടർ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് വെൻ ദി പേഷ്യൻറ്റ് ഡാഷ് ദി ഹോസ്പിറ്റൽ. ഇതിലേതാണ്? ദ ഡോക്ടർ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് വെൻ ദി പേഷ്യൻറ്റ് ഡാഷ് ദി ഹോസ്പിറ്റൽ. നിങ്ങൾക്കറിയാം, രണ്ട് പാസ്റ്റ് ടെൻസിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നടന്ന കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തെ കാര്യത്തിന് സിമ്പിൾ പാസ്റ്റിലാണ്. ഇവിടെ ആദ്യം നടന്നത് ഏതാണ്? ദ ഡോക്ടർ ഹാഡ് ആൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ഡോക്ടർ ആദ്യമേ പോയി കഴിഞ്ഞാൽ എന്താണ്? രോഹി വരുന്നതിന് മുമ്പ്, അതായത് ഹാഡ് പ്ലസ് V3 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമായി കഴിഞ്ഞു. ഇനി അടുത്ത് രണ്ടാമത് നടന്നത് ഏത് വേണം? സിമ്പിൾ പാസ്റ്റിലാണ് ഇത്, അതായത് ഓപ്ഷൻ ഡി ആണ്, ഹാഡ് റീച്ച്ഡ് ആണ്. ഓക്കെ, വെൻ ദി പേഷ്യൻറ്റ് റീച്ച്ഡ് ദി ഹോസ്പിറ്റൽ. ഓപ്ഷൻ ഡി ആണ്. 88ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ക്ലോസസ്റ്റ്
ഇൻ മീനിങ് ടു ദി വേർഡ് കൺവിക്ഷൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്ട്രോങ് ബിലീഫാണ്. ഓക്കെ, സ്ട്രോങ് ബിലീഫാണ് വിക്ഷൻ. അടുത്തയാണ് ദ റിസെപ്റ്റീവ് സ്കിൽസ് ആർ ഓപ്ഷൻ എ ആണ്, ലിസണിങ് ആൻഡ് റീഡിങ്. ഓക്കെ, ദ റിസെപ്റ്റീവ് സ്കിൽസ് ആർ ലിസണിങ് ആൻഡ് റീഡിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച്? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചത് കേട്ടോ, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതിൻ്റെ മലയാള ചോദ്യം നോക്കാം. 6 മലയാളിക്ക് 100 മലയാളം. മലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറികൊള്ളുന്ന വരി ആരുടെയാണ്? 6 മലയാളിക്ക് 100 മലയാളം, മലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്ക് മലയാളമില്ല. ഓപ്ഷൻ സി ആണ്, നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. ഓക്കെ, കുഞ്ഞുണ്ണിയാണ്. അടുത്താണ് കേരള മോപ്പസാൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. കേരള മോപ്പസാൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, തകഴിയാണ്. ഓക്കെ, തകഴി ശിവശങ്കരപ്പിള്ള. പ്രഫ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പ്രഫ നമ്മുടെ മുഹമ്മദ് ബഷീറിൻ്റെ ഒരു തൂലിക നാമമാണ് പ്രഫ. കേട്ടോ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലിക നാമമാണ് പ്രഫ. അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും തകഴി ശിവശങ്കരപിള്ളയാണ്. ഓക്കെ, കേരള മോപ്പസാങ്ങും കുട്ടനാടിൻ്റെ കഥാകാരൻ. ഓക്കെ, കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും തകഴി ശിവശങ്കരപിള്ളയാണ്. 93 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വാഴ്ത്തപ്പെട്ട പൂച്ചയാണ്. ചുവടെ നൽകിയിരിക്കുന്നവൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതെന്നാണ്? നപുംസലിംഗം ഏതാണ്? ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മേശയാണ്. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർക്കുന്നതാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ള? മലയാളം പ്ലസ് സംസ്കൃതമാണ്. ഓക്കെ, ഓപ്ഷൻ സി സംസ്കൃതമാണ്. മലയാളവും സംസ്കൃതവും കൂടി ചേർന്നതാണ് മണിപ്രവാളം. ഓക്കെ, മണിപ്രവാളം. കലാധരൻ എന്നതിൻ്റെ സമാന പദം അല്ലാത്തത് ഏതെന്നാണ്? കലാധരൻ എന്താണ്? കലാധരൻ, കലാനിധി, കലേശൻ, നിശാനാഥൻ, ഹിമകരൻ, ഹിമാംശു എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ചന്ദ്രനെയാണ്. ഓക്കെ, ചന്ദ്രൻ്റെ മറ്റു പേരുകളാണ് തിങ്കള്, അമ്പിളി, ശശി, സോമൻ, ഇന്ദു, വിധു, സുധാംശു, മതി, പനിമതി, ഉടുപതി, നിശാപതി, ശശാങ്കൻ, ശശാധരൻ, എണ്ണാങ്കൻ. ഓക്കെ, എണ്ണാങ്കൻ. അതുപോലെ മൃഗാങ്കൻ, ഹിമാംശു, ഹിമകരൻ, നിശാനാഥൻ, നിശാധിപതി, കലേശൻ, കലാധരൻ, കലാനിധി, ശബകാരൻ, ഏണവൃത്ത്. ഇവയെല്ലാം ആരാണ്? നമ്മുടെ ചന്ദ്രനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ വരാത്തത് രവി മാത്രമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്തയാണ് ശ്രവണ നൈപുണ്യം വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശരി എന്നുള്ള പ്രതികരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യങ്ങളും മലയാളത്തിൽ നിന്ന് 20 ചോദ്യങ്ങളുമുണ്ട്. നമുക്കിപ്പോൾ സ്പീഡിൽ നോക്കി പോവാം. ചുവടെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ്? ഏതാണ് മറ്റൊരാളിൽ കാണപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദൃശ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ശരിയായ വാക്യം കണ്ടെത്താനാണ് 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എന്താണ്? 4ഉം തെറ്റാണ്. കാരണം എന്താണ്? ഫസ്റ്റത്തെ ഏതാണ്? മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകാനും പോയി എന്ന് വന്നതിന് കറക്റ്റ് ആയിരിക്കും. ഇത് പരാതി നൽകുന്നതിനും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുന്നതിനും പരാതി നൽകുന്നതിനും പോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകാനും പോയി, അങ്ങനെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വാഹന അപകടത്തിൽ 10ഓളം പേർ മരിച്ചതായി പറയപ്പെട്ടു, അല്ലെങ്കിൽ ഏകദേശം 10 പേർ മരിച്ചതായി പറയപ്പെട്ടു. അപ്പം ഏകദേശവും ഓളവും ഒരുമിച്ച് വരണ്ട. കേരളത്തിലെ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകൾ ആണ് കൂടുതൽ. ഇതെന്താണ്?
കേരളത്തിലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെ പറയണം. അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷന്മാർ അത് മാത്രം മതി. അപേക്ഷിച്ച് താരതമ്യേന എന്നൊരു വേർഡ് അവിടെ വരേണ്ട ആവശ്യമില്ല. അടുത്തന്നെ വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വന്തമായിട്ട് ചെയ്യുന്നതിനല്ലേ നമ്മൾ ആത്മഹത്യ എന്ന് പറയണം. അതിൻ്റെ ഇടയിൽ സ്വയം എന്നൊരു വേർഡ് അവിടെ വേണോ? ഇല്ല. ഓക്കെ. വൃദ്ധനായ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു. അടുത്തതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കടകവിരുത്തം. ഓക്കെ, എല്ലാവരും നമ്മൾ ഓപ്ഷൻ എ കഴിക്കാൻ സാധ്യത ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, SCRTയിലുള്ളതാണ്. കടകവിരുത്തമാണ്. ഓക്കെ, കടകവിരുത്തം. അടുത്താണ് തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അല്പമല്പമായുള്ള സൂചനകൾ നൽകുന്നത്. 64 ഓപ്ഷൻ സി ആണ്. ഓക്കെ. 65 മൃത്തിക എന്നതിൻ്റെ പര്യായമാണ്. എന്തിൻ്റെ പര്യായമാണ് മൃത്തിക? ഓപ്ഷൻ ബി ആണ്. മണ്ണിൻ്റെയാണ്. ഓക്കെ, മൃത്തിക മണ്ണിൻ്റെ പര്യായമാണ്. PSC കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. നൈതികം എന്നാൽ എന്താണ്? നീതിയെ സംബന്ധിച്ച്. പക്ഷേ അറിയായിരിക്കും. എരി പ്ലസ് തീ ഏതാണ്? എരുത്തി. ഓപ്ഷൻ സി ആണ്. ഓക്കെ, എരി പ്ലസ് തീ എരുത്തിയാണ്. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഇതിലേതാണ് തെറ്റായ ജോഡി? ഏതാണ്? ഊഷരമാണ്. ഓക്കെ, ഊഷരത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഊർവരമാണ്. ഓക്കെ, ഊർവരം. ഊർവരം. ഓക്കെ, ഇതാ ഊഷരം ഓപ്പോസിറ്റ് ഇതാണ്. ബാക്കിയെല്ലാം നിങ്ങളൊന്ന് നോക്കി വയ്ക്കണം. അടുത്ത ചോദ്യമാണ് ജസ്റ്റ് എറൗണ്ട് ദി കോർണർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഉടനടി നടക്കാനിടയുള്ള കാര്യമാണ് ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ഒറ്റപ്പദം എഴുതുക. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള? ലിംഗത്തെ സംബന്ധിച്ച്, വ്യാകരണത്തെ സംബന്ധിച്ച്, പിതാവിനെ സംബന്ധിച്ച്, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓക്കെ. 71 താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ രൂപം ഏതെന്നതാണ്? ജഡിലം. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജഡിലം. എസ് ഡായാണ്. ഓക്കെ, ജഡിലം എസ് ഡായാണ്. 71 ഓപ്ഷൻ എ ആണ്. 72 ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇരുമ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആയസം. ഓക്കെ, ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം ആയസം. അവിടെ ചോദ്യം 73ാമത്തെ ചോദ്യം ശരിയായ വാക്യം ഏതെന്നാണ്? ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റൂളിലുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2ഉം 3ഉമാണ്. ഓക്കെ, 500 തേങ്ങ വിറ്റു എന്ന് പറയാം. അല്ലെങ്കിൽ 500 തേങ്ങകൾ വിറ്റു എന്ന് പറയില്ല. 500 തേങ്ങ വിറ്റു. അതുപോലെ തന്നെ 20 പശുക്കൾ വാങ്ങി. ശരിയാണ്. 30 കുട്ടികൾ വന്നു. ഓപ്ഷൻ സി ആണ്. അതുപോലെ 15 മാങ്ങകൾ കൊടുത്തു വിട്ടു എന്ന് പറയില്ല. 15 മാങ്ങ കൊടുത്തു വിട്ടു എന്നേ പറയും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതാണ് ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതെന്നാണ്? ഗുരുക്കൾ ഏതാണ്? പൂജക ബഹുവചനം. PSC നല്ലപോലെ കേൾക്കണതാണ് പൂജക ബഹുവചനം. ഒരു 5-6 വേർഡുണ്ട്. നിങ്ങൾ, താങ്കൾ, ഗുരുക്കൾ, സ്വാമികൾ, ഇങ്ങനത്തെ കുറച്ച് വൈദ്യരി, ഇങ്ങനത്തെ കുറച്ച് വേർഡുകളുണ്ട്. അത് അത്രയും പഠിച്ചു വെച്ചാൽ ഓരോ മാർക്ക് എല്ലാ പരീക്ഷയും കിട്ടും. ശരിയായ വാക്യം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എന്താണ്? 3ഉം തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ബി 3ഉം തെറ്റാണ്. 76 ശരിയായ പദം ഏതെന്നാണ്? ആദരാഞ്ജലി. അറിയായിരിക്കും. ഓപ്ഷൻ ബി ആണ്. ആദരാഞ്ജലി. ഓക്കെ. കടബാധ്യത വിഗ്രഹിച്ചാൽ കടബാധ്യത ഏതാണ്? കടം മൂലമുണ്ടാകുന്ന ബാധ്യത കടബാധ്യത. കരചരണാദികൾ എന്ന ഘടകപദങ്ങളാക്കിയാൽ കരചരണാദികൾ ഏതാണ്? കരം, ചരണം മുതലായവ. ഓപ്ഷൻ ബി ആണ്. നിരാമയൻ എന്നാൽ നിരാമയൻ ഏതാണ്? ദുഃഖമില്ലാത്തവൻ. ഓപ്ഷൻ സി ആണ്. ദുഃഖമില്ലാത്തവൻ. 80ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഏതാണ്? വാക്ക് പ്ലസ് ദേവതയാണ്. ഓക്കെ, ഈ കായാണ് വരെയാണ്. പക്ഷെ ചേർത്ത് എഴുതുമ്പോൾ ഗായാവുന്നുണ്ട്. അതുപോലെ തന്നെ ദിഗ്ദേവത. ദിഗ്ദേവത സെയിം സാധനം തന്നെയാണ്. ദിക്ക് പ്ലസ് ദേവത. ഓക്കെ, ദിഗ്ദേവത, ദിക്ക് പ്ലസ് ദേവത. ഇതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ദർ വാസ് നത്തിങ്
ഇമ്പോർച്ചുനേറ്റ് ഡാഷ് ഹിം. ഏതാണ് എന്താണ് ഇമ്പോർച്ചുനേറ്റ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എബോട്ടാണ്. ഓപ്ഷൻ ഡി ആണ്. എന്താണ് ഇമ്പോർച്ചുനേറ്റിൻ്റെ മീനിങ്? വാശി പിടിച്ച് എന്തെങ്കിലും നേടുക, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, നിർബന്ധിക്കുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ചോദ്യം 82ാമത്തെ ചോദ്യം. യൂസ് ദി അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡാഷ് ഹെയർ ടു ക്യാരി ഓൺ ദി ഫാമിലി നെയിം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആനാണ്. ഓക്കെ, അർത്ഥം എന്താണ് ഇതിൻ്റെ? അവകാശി, പിൻഗാമി, അങ്ങനെയൊക്കെ പറയില്ലേ, പിന്തുടർച്ചക്കാരൻ, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ആനാണ് വരേണ്ട പ്രൊപ്പോസിഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. എവരിബഡി ഹാസ് അവോയ്ഡഡ് ഡിസ്കസിങ് ദി ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദി മീറ്റിംഗ്. ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദി ഓപ്ഷൻസ്. എവരിബഡി ഹാസ് അവോയ്ഡഡ് ഏതാണ്? 84 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഹാവ് ഇൻ ടി. ഓക്കെ, ദേ വന്നുകൊണ്ട് ഹേവ്, ഇവിടെ എവരിബഡി ഹാസ് ആണ്, ഇതിനെ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആയതുകൊണ്ട് എന്താണ്? ഹേവ് നമ്മൾ ഉപയോഗിക്കണം. ഹാവ് ഇൻ ടി ദേ. അടുത്ത ചോദ്യമാണ്. കംപ്ലീറ്റ് ദി ഗിവൺ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ദ സെയിലർ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദി സ്റ്റോം വർക്ക്ഡ് ഹിസ് ഷിപ്പ്. ഏതാണ്? ദ സെയിലർ വാസ്. ഓപ്ഷൻ ബി ആണ്, കാസ്റ്റ് അവേ. ഓക്കെ, കാസ്റ്റ് അവേ എന്ന് പറയുന്നത് എന്താണ്? ഉപേക്ഷിക്കപ്പെടുക, അങ്ങനെ ഒരു മീനിങ് ആണ്. അടുത്ത ചോദ്യമാണ്. ചൂസ് ദി വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദി ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എ സ്റ്റുഡൻസ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ ദി ക്ലാസ്. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓക്കെ, വാലഡിക്ടോറിയൻ. ഓക്കെ, ഉയർന്ന റാങ്ക് ഉള്ളവരെയാണ് വാലഡിക്ടോറിയൻ എന്ന് പറയുന്നത്. വെറ്റിനറിയൻ എന്താണ്? മൃഗവൈദ്യൻ. അറിയാമല്ലോ, നമ്മുടെ വെറ്റിനറി ഡോക്ടർ, അയാൾ ഓർത്താൽ മതി. അതുപോലെ അഗ്രേറിയനൊക്കെ അറിയായിരിക്കും. എന്താ? കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് അഗ്രേറിയൻ എന്ന് പറയുന്നത്. അടുത്ത പ്രസ്ബിറ്റേറിയൻ. ഓക്കെ, അതെന്താണ് മീനിങ്? പ്രസ്ബിറ്റേറിയൻ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ബിറ്റേറിയൻ നമ്മുടെ പുരോഹിതനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, പുരോഹിതനുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്? കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഏതെന്നാണ്? ഏതാണ്? പിരിക്കുമ്പം രണ്ട് വേർഡിന് മീനിങ് കിട്ടാത്തത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പ്ലേഫുൾ ആണ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഡി ആണ്. ചൂസ് ദി കറക്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഷോസ് നൗൺ ടു അഡ്ജക്റ്റീവ് ട്രാൻസ്ഫർമേഷൻ വിത്ത് സഫിക്സ്. നൗൺ ടു അഡ്ജക്റ്റീവ് യൂസിങ് സഫിക്സ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഫ്രണ്ട്ലി. അടുത്ത ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദി അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ദ ഫാക്ടറി ഡിസ്ചാർജ്ഡ് ഇറ്റ്സ് വേസ്റ്റ് ഡൗൺ സ്ട്രീം കോസിങ് പൊല്യൂഷൻ ഇൻ ദി നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആഡ് വെർബാണ്. ഓപ്ഷൻ സി ആഡ് വെർബാണ്. ചൂസ് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എ പേഴ്സൺ ഹൂ പ്രിപ്പേഴ്സ് ആൻഡ് സെൽ കോഫി. ചായക്കടക്കാരൻ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ബെരീസ്റ്റയാണ്. ഓക്കെ, ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ബെരീസ്റ്റ. ഓക്കെ, ഓപ്ഷൻ ഡി ബെരീസ്റ്റയാണ്. ബേക്കർ എന്താണ്? അറിയാലോ, റൊട്ടി ഉണ്ടാക്കുന്നവൻ. ഓക്കെ, റൊട്ടി ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്നവനാണ് നമ്മൾ ബേക്കർ എന്ന് പറയുന്നത്. ബാർട്ടണ്ടർ എന്തോന്നാണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ബാർ. അതായത് എന്താണ്? മദ്യശാലകളിൽ മദ്യം വിളമ്പുകയും ഓക്കെ അത് കൊടുക്കൂലേ, ആ സെർവർ, അയാളാണ് ബാർട്ടണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ഗിവൺ ബിലോ. ദ ഡെലീഷ്യസ് അരോമ ഓഫ് ഫ്ലഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദി കിച്ചൺ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, വാഫ്റ്റ്. 92. കംപ്ലീറ്റ് ദി ഗിവൺ സെൻറ്റൻസ് യൂസിങ് ദി സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ദ ടൂറിസ്റ്റ് എൻജോയ്ഡ് വാച്ചിങ് ദി മെസ്മറൈസിങ് മൊമെൻറ്റ് ഓഫ് ദി ഡാഷ് ഓഫ് ഫിഷിംഗ് ഗ്ലൈഡിങ് ത്രൂ ദി വാട്ടർ. ഏതാണ്? സ്കൂൾ ഓഫ്. ഓക്കെ, മീൻകൂട്ടങ്ങളെ പറയുന്ന സ്കൂൾ ഓഫ്. 93. കംപ്ലീറ്റ് ദി അൺറിയൽ കണ്ടീഷൻ ക്ലോസ് വിത്ത് സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇഫ് യു ഹേഡ് വോൺ ദി ലോട്ടറി, ഹേഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ അപ്പത്ത് വുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, വാട്ട് വുഡ് യു ഹാവ് ഡൺ. അടുത്ത ചോദ്യം. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഗിവൺ ആസ് ഓപ്ഷൻസ്. ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ്.
കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. 95. റീറൈറ്റ് ദി സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് ദ മൂവി വാസ് ടു സ്കേറി ഫോർ മീ ടു വാച്ച് ഇറ്റ് എലോൺ. എന്താണ്? ദ മൂവി വാസ് സോ സ്കേറി ദാറ്റ് ഐ കുഡിൻറ്റ് വാച്ച് ഇറ്റ് എലോൺ. ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഗിവൺ ആസ് ഓപ്ഷൻസ്. വെൻ ഹി റിട്ടേൺഡ് ഹോം. നേരത്തെ പറഞ്ഞ റൂളാണ്. വെൻ ഹി റിട്ടേൺഡ് ഹോം ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് ഹെഡ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും സെക്കൻഡ് നടക്കുന്നത് എന്താണ്, സിമ്പിൾ പാസ്റ്റിലും എഴുതണം. ഓക്കെ, അത് വെൻ ഹി റിട്ടേൺ ഹോം, അവൻ വീട്ടിൽ വന്നപ്പോൾ എന്താണ്, അതിന് മുമ്പേ നടന്ന ഒരു കാര്യമാണ്. ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് ഹെഡ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ആദ്യം നടന്ന കാര്യം. ഓക്കെ, അപ്പം രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ്. ഇവിടെ നടക്കുന്നത് എന്താണ്, പൂച്ച വേസ് തട്ടിയിടുന്നതാണ്. ഓക്കെ, ഹിസ് കാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. വേസ് പൂച്ച തട്ടിയിടുന്നതാണ് ആദ്യം നടക്കുന്നത്. അതിന് ശേഷമാണ് അയാൾ എന്താണ് വീട്ടിലോട്ട് റിട്ടേൺ ചെയ്തു വരുന്നത്. അപ്പം ആദ്യം നടക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്നത് ഏതാണ്, സിമ്പിൾ പാസ്റ്റിലും എഴുതണം. ഇതിലെന്താ, നമുക്ക് ചിലപ്പം ഓപ്ഷൻ സിയുമായിട്ട് എന്താണ് ചെറിയൊരു കണക്ഷൻ തോന്നും. കാരണം അവിടെയും ഹാഡ് പ്ലസ് V3 വെച്ച് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് എഴുതിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ നോക്ക്, ഹി ഫൈൻഡ്സ് എന്ന് പറയുന്നത് എന്താ, പാസ്റ്റ് ആണോ? ഇല്ലല്ലോ, ഫൗണ്ട് അല്ലേ പാസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി എഴുതാം. അടുത്ത ചോദ്യമാണ്, റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് ബിഗിൻ സ്കേഴ്സ്ലി. ഹി റിസീവ്ഡ് ദി മെസ്സേജ് ഫ്രം ദി ഹെഡ് ക്വാർട്ടേഴ്സ് സൂൺ ഹി സ്റ്റാർട്ടഡ്. ഇതെങ്ങനെ എഴുതാം, സിമ്പിളാണ്. എന്താണ്, ഒരു സെൻറ്റൻസ് നെഗറ്റീവ് വേർഡിൽ തുടങ്ങിയാൽ പിന്നീട് വരേണ്ട ഏതാണ്, ഓക്സിലറി വെർബാണ്. ഓക്കെ, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആണ്. ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത്, സ്കേഴ്സിലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഏതാണ്, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആണ്. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓപ്ഷൻ സിയും എന്താണ്, സ്കേഴ്സിലി ഹേഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഓപ്ഷൻ ഡിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം എന്താ, സ്കേഴ്സിലി എന്താണ് വരാറ്, സ്കേഴ്സിലിയുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സ്കേഴ്സിലി വെന്നാണ് വരാറ്. ഓക്കെ, സ്കേഴ്സിലി വെൻ, സ്കേഴ്സിലി ദേൻ അല്ല, സ്കേഴ്സിലി വെന്നാണ് വരാറ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 98ാമത്തെ ചോദ്യം, റിപ്പോർട്ട് ദി ഫോളോയിങ് സെൻറ്റൻസ്. ഡിഡ് യു വാച്ച് ദി ഫിലിം ആഫ്റ്റർ യു ഫിനിഷ്ഡ് റീഡിങ് ദി ബുക്ക്? ഷീ ആസ്ക്ഡ് മീ. 99ാമത്തെ ചോദ്യം, ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ പാസീവ് വോയിസ് ഓഫ് ദി ഗിവൺ സെൻറ്റൻസ് ഫ്രം ദി ഓപ്ഷൻസ്. Did they lend him some money? ഏതാണ്, was he lent some money? ഓപ്ഷൻ എ ആണ്. ഏതാണ്, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഈ ബീനുണ്ടല്ലോ, ബീന് നോക്കിയാൽ മതി. ഈ ബീൻ എപ്പോഴാണ് നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ഇതൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാവും. ഓക്കെ, അങ്ങനെ റൂളുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ക്യാൻസലാക്കാം. ഓപ്ഷൻ എ, was he lent some money. Find out the meaning of the idiom underlined. After her divorce, she turned the corner and became happier than ever. ഇതാണ് ടു പാസ് ദി ക്രൈസിസ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ടു പാസ് ദി ക്രൈസിസ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ഓഗസ്റ്റ് മാസം കേട്ട് PSC ഫൈനലിലേക്ക് ഇപ്പോൾ പഠിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിനും ആൻസേഴ്സും. അത്യാവശ്യം ലോങ് വീഡിയോ ആയിരുന്നു, എന്നാൽ നിങ്ങൾ കാണുക, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.